സ്നെൽസ് ലോയെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. സ്നെൽസ് ലോ ഓഫ് റിഫ്രാക്ഷൻ. ഒരു ബീക്കറിൽ ഞാൻ വാട്ടർ എടുത്തിട്ടുണ്ട് എന്ന് വരയ്ക്കാം. അപ്പോൾ ഇത് വാട്ടറാണ്. ഇപ്പോൾ ഒരു ലൈറ്റ് റേ വെള്ളത്തിലേക്ക് വരികയാണ്. എയറിൽ നിന്നാണ് വരിക. ഇതാണ് എൻ്റെ ഇൻസിഡൻറ്റ് റേ. അപ്പോൾ ആദ്യത്തെ മീഡിയം എന്ന് പറയുന്നത് എയർ ആണ്. സോ മീഡിയം 1, ഇതാണ് മീഡിയം 1, എയർ ആണ്. ഈ ലൈറ്റ് റേ പോകുന്ന സെക്കൻഡ് മീഡിയം എന്ന് പറയുന്നത് വാട്ടറാണ്. അപ്പോൾ ഞാൻ ആ റിഫ്രാക്റ്റഡ് റേ ഒന്ന് വരയ്ക്കാം. ഈ ഡയറക്ഷനിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും, ചെറിയൊരു ബെൻഡിങ് ഉണ്ടാവും ഈ ലൈറ്റ് റേക്ക്, കാരണം അതിൻ്റെ സ്പീഡ് കുറയാണ്. ഒരു മീഡിയത്തിൽ നിന്ന് വേറൊരു മീഡിയത്തിലേക്ക് പോകുമ്പോൾ ലൈറ്റിൻ്റെ സ്പീഡിന് വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ട് അതിനൊരു ബെൻഡിങ് ഉണ്ടാവും. ഇതിനാണ് നമ്മൾ റിഫ്രാക്ഷൻ എന്ന് പറയുക. ആ ബെൻഡിങ് ആണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഫസ്റ്റ് മീഡിയം എന്ന് പറയുന്നത് എയർ ആണ്. സെക്കൻഡ് മീഡിയം എന്ന് പറയുന്നത് വാട്ടറാണ്. സോ മീഡിയം 2 ഈസ് വാട്ടർ. അപ്പോൾ ഇതിൻ്റെ ബൗണ്ടറിയിൽ ഈ ലൈറ്റ് റേ ഇൻസിഡൻറ്റ് ചെയ്ത ആ പോയിന്റിൽ ഞാനൊരു നോർമൽ ലൈൻ വരയ്ക്കാൻ പോവാണ്. ആ ഒരു സർഫസിന് പെർപെൻഡിക്കുലറായിട്ട് ഞാനൊരു ലൈൻ വരയ്ക്കുകയാണ്. ഇതാണ് നോർമൽ ലൈൻ. ഇൻസിഡൻറ്റ് ലൈറ്റ് റേയും നോർമലുമായിട്ട് ഉണ്ടാക്കുന്ന ഈ ഒരു ആംഗിളിനെ നമ്മൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്നാണ് പറയുക. റിഫ്ലക്ഷനിലെ പോലെ തന്നെ. ഇനി ഈ റിഫ്രാക്റ്റഡ് റേയും നിങ്ങൾക്ക് റിഫ്രാക്റ്റഡ് റേ കാണാൻ പറ്റും. ആ സെക്കൻഡ് മീഡിയത്തിലേക്ക് കടന്നു പോകുന്ന ആ റേനെയാണ് നമ്മൾ റിഫ്രാക്റ്റഡ് റേ എന്ന് വിളിക്കുക. റിഫ്രാക്റ്റഡ് റേയും നോർമലുമായിട്ട് ഉണ്ടാക്കുന്ന ഈ ഒരു ആംഗിളിനെയാണ് നമ്മൾ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറയാം. ഇങ്ങോട്ട് എഴുതാം. I angle of incidence, R angle of refraction. മീഡിയം 1ൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ ഞാൻ N1 എന്ന് വിളിക്കുകയാണ്. അതേപോലെ മീഡിയം 2ൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ ഞാൻ N2 എന്ന് വിളിക്കുകയാണ്. അപ്പോൾ N1 നമുക്കറിയാം. N1 എന്ന് പറയുന്നത് 1 ആണ്. എയറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അപ്രോക്സിമേറ്റ്ലി 1 ആണ്. ഒറിജിനൽ വാല്യൂ 1.0003 ആണ്. പക്ഷെ നമ്മളതിനെ 1 ആയിട്ട് കൺസിഡർ ചെയ്യും. വാക്വത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് എക്സാക്ട്ലി 1. എയർ ആകുമ്പോൾ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. പക്ഷെ നമ്മൾ ആ വാല്യൂവിനെ അപ്രോക്സിമേറ്റ് ചെയ്തിട്ട് 1 എന്നാണ് കൺസിഡർ ചെയ്യുക. അപ്പോൾ N1 എന്ന് പറയുന്നത് 1 ആണ്. N2 എന്ന് പറയുന്നത് വാട്ടറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് 1.33. ഞാനത് എഴുതുന്നില്ല ഇവിടെ. ഈ സ്നെൽസ് ലോയുടെ ഇക്വേഷൻ നമുക്കൊന്ന് ഡിഫൈൻ ചെയ്യാം. സൈൻ ഓഫ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് over sine of angle of refraction is equal to N2 over N1. ഈ ഇക്വേഷനാണ് നമ്മൾ സ്നെൽസ് ലോ ഓഫ് റിഫ്രാക്ഷൻ എന്ന് വിളിക്കുക. I എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, R എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ, N1 എന്ന് പറയുന്നത് ലൈറ്റ് റേ കടന്നു വരുന്ന മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, മീഡിയം 1ൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഇനിയും N2 എന്ന് പറയുന്നത് റിഫ്രാക്റ്റഡ് റേ കടന്നു പോകുന്ന ഒരു സെക്കൻഡ് മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് N2. ഈ ഇക്വേഷനാണ് നമ്മൾ സ്നെൽസ് ലോ ഓഫ് റിഫ്രാക്ഷൻ എന്ന് വിളിക്കുക. സൈൻ I ഓവർ സൈൻ R ഇസ് ഈക്വൽ ടു N2 ഓവർ N1. ആ ഇക്വേഷൻ നമുക്കൊന്നുകൂടി എഴുതാം. എന്നിട്ട് ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം നമുക്ക്. സൈൻ I ഓവർ സൈൻ R ഇസ് ഈക്വൽ ടു N2 ഓവർ N1. ഇനി നമ്മുടെ ഈ കേസിൽ ലൈറ്റ് റേ വരുന്നത് എയറിൽ നിന്നാണ്. അതുകൊണ്ട് N1 എന്ന് പറയുന്നത് നമ്മൾ 1 എന്നാണ് എടുക്കുക. N1 is equal to 1. Refractive index of air is approximately 1. Sin I over sin R is equal to N2 divided by 1 എന്ന് എഴുതാം. Sin I over sin R is equal to N2. അപ്പോൾ ഇതാണ് സ്നെൽസ് ലോയുടെ വേറൊരു ഫോം. ഈ കേസിൽ ലൈറ്റ് റേ കടന്നു വരുന്നത് എയറിൽ നിന്നായിരിക്കണം, അല്ലെങ്കിൽ വാക്വത്തിൽ നിന്നായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് സെക്കൻഡ് മീഡിയം ഈസ് ഈക്വൽ ടു സൈൻ I ഓവർ സൈൻ R. N2 എന്ന് പറയുന്നത് സെക്കൻഡ് മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. അതൊരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആയിരിക്കും. അത് കാരണം നമുക്ക് ഇതിനെ വേറൊരു ഫോമിൽ എഴുതാം. ടെക്സ്റ്റ് ബുക്കിൽ ഈ ഒരു ഫോമിലാണ് ഉള്ളത്. സൈൻ I ഓവർ സൈൻ R ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. ഈ കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് സെക്കൻഡ് മീഡിയം വിത്ത് റെസ്പെക്ട് ടു ഫസ്റ്റ് മീഡിയം ആയിരിക്കും. നിങ്ങൾക്കൊരു മെറ്റീരിയലിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അറിയില്ല എന്നുണ്ടെങ്കിൽ ആ മെറ്റീരിയൽ എടുക്കുക. ഈ മെറ്റീരിയലിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമുക്ക് അറിയില്ല. നമ്മൾ ഇതിലേക്കൊരു ലൈറ്റ് റേ പാസ് ചെയ്യുന്നു. ഇവിടെ നിന്നാണ് നമ്മൾ ലൈറ്റ് ഷൈൻ ചെയ്യുക. ഇതാണ് നോർമൽ ലൈൻ. നമുക്ക് ഈ ആംഗിൾ മെഷർ ചെയ്യാം. ഇതാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ഇതാണ് റിഫ്രാക്റ്റഡ് റേ.
ഇതാണ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. ലൈറ്റ് റേ വരുന്നത് എയറിൽ നിന്നാണ്. അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് 1 ആണ്. ഇനി ലൈറ്റ് റേ പോകുന്ന മെറ്റീരിയലിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമുക്ക് N2 എന്ന് വിളിക്കാം. N2 അറിഞ്ഞുകൂടാ നമുക്ക് സ്നെൽസ് ലോ യൂസ് ചെയ്തിട്ട് N2 കണ്ടുപിടിക്കാൻ പറ്റും. sin I over sin R is equal to N2 over N1. ഇതിൽ N2 എന്ന് മാത്രം എഴുതിയാലും മതി, കാരണം N1 എന്ന് പറയുന്നത് 1 ആണ്. എയറിൽ നിന്ന് വരുമ്പോൾ എപ്പോഴും നമുക്ക് N1 1 ആയിരിക്കും. അതുകൊണ്ട് sin I by sin R ഈക്വൽസ് N എന്ന് വേണമെങ്കിൽ നമുക്ക് എഴുതാം. sin I by sin R is equal to N2. നമുക്ക് വേണമെങ്കിൽ ഐക്കും ആറിനും വാല്യൂ കൊടുത്തിട്ട് N2 കണ്ടുപിടിച്ച് നോക്കാം. ഈ ഒരു ആംഗിൾ 30 ഡിഗ്രീസ് ആണെന്ന് വിചാരിക്കുക. ഇനി ഈ ഒരു ആംഗിൾ 19.2 ഡിഗ്രീസ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അതായത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് 30 ഡിഗ്രീസ്, ഇൻസിഡൻറ്റ് റേയും നോർമലായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ 30 ഡിഗ്രീസ്, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത് 19.2 ഡിഗ്രീസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് N2 കണ്ടുപിടിച്ച് നോക്കാം. N2 is equal to sin I എന്ന് പറയുന്നത് 30 ആണ്, ഓവർ sin R എന്ന് പറയുന്നത് 19.2. ഇതൊന്ന് സോൾവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 1.5 എന്ന് കിട്ടും. ഈ 1.5 റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ളത് വാട്ടറിനാണ്. അതുകൊണ്ട് നമ്മൾ എടുത്തിരിക്കുന്ന സെക്കൻഡ് മെറ്റീരിയൽ എന്ന് പറയുന്നത് വാട്ടർ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു അൺനോൺ മെറ്റീരിയലിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കുക.